ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഗോബ്സ് വ്ലോഗ്സിൻ്റെ അനന്തർ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കൊരു അടിപൊളി വെണ്ടയ്ക്ക തീയലുണ്ടാക്കിയാലോ? പെട്ടെന്ന് കുറഞ്ഞ സമയം കൊണ്ട് നമുക്കൊരു 7 വെണ്ടയ്ക്ക നമ്മൾ എടുത്തിട്ടുണ്ട് തീയലിന് വേണ്ടിയിട്ട്. അതിൻ്റെ തലയും വാലും ഒക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. എന്നിട്ട് ഒരു വെണ്ടയ്ക്ക ഒരു 4-5 പീസാക്കി നമുക്ക് മാറ്റി വെക്കാം. ഒരു പാത്രത്തിലേക്ക് എടുത്ത് വെക്കാം. അതിന് ശേഷം നമുക്കൊരു സവോള വേണം. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞൊന്ന് കഴുകി വൃത്തിയാക്കി അതിൻ്റെ മണ്ടഭാഗം ഒന്ന് ചെത്തിക്കളഞ്ഞതിന് ശേഷം നമുക്കത് ചെറിയ പീസുകളാക്കി അരിഞ്ഞെടുക്കാം. ഭയങ്കര തിന്നായിട്ട് അരിഞ്ഞെടുക്കണം. ഒട്ടും കനയില്ലാത്ത രീതിയിൽ നമുക്കത് അരിഞ്ഞെടുക്കണം. അതിന് ശേഷം നമ്മളൊരു 6-7 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വെണ്ടയ്ക്ക വേണം. പിന്നെ നമ്മൾ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്, ഇത് വറക്കാനായിട്ടുള്ളതാണ്. പിന്നെ കരിവേപ്പില, വെളുത്തുള്ളി, പിന്നെ നമ്മുടെ പച്ചമുളക്, പിന്നെ സവോള. ഒരു സവോളയാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഒരു മുറി തേങ്ങയ്ക്കുള്ള കണക്കിനാണ് ഇതുണ്ടാക്കുന്നത്. നമ്മൾ ഒരു ചീനച്ചട്ടി വെച്ച് കൊടുത്തു, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു നമ്മുടെ തേങ്ങ അതിനകത്തിട്ടൊന്ന് വറുത്തെടുക്കാം. വേഗം വറുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇച്ചിരി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. നമുക്കതിലേക്ക് ഇച്ചിരി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 2-3 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് ഞാൻ. പിന്നെ ലേശം മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഇച്ചിരി ജീരകം ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കാം. ഇത് നല്ല കറുത്ത കളറിലാവണം. ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഈ ഒരു പരുവത്തിൽ കിട്ടുന്നിടം വരെ നമ്മളത് ഇളക്കിക്കൊണ്ടിരിക്കണം. ഒരു മണ്ണിൻ്റെ ചീനച്ചട്ടി വെച്ച് കൊടുക്കാം. അത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. വറ്റൽമുളകും കടുകും പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന എല്ലാം കൂടെ നമ്മൾ അതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പച്ചമുളകും വെളുത്തുള്ളിയും എല്ലാം ഇട്ട് കൊടുത്ത് നന്നായിട്ട് അങ്ങോട്ട് അതൊന്ന് അതിൻ്റെ ഒരു പച്ചമണം മാറട്ടെ. എന്നിട്ട് നന്നായിട്ട് ഇളക്കണം. ഇത് ലോ ഫ്ലെയിമിലിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ഒന്ന് ഇട്ട് കൊടുത്ത് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കണം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തു. നമ്മൾ മറ്റേ തേങ്ങയ്ക്കകത്ത് ഉപ്പിട്ടിട്ടുണ്ടല്ലോ. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കയും കൂടെ ഇട്ട് നമുക്ക് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കണം. നമ്മൾ ആ ടൈമിൽ നമ്മുടെ അരപ്പൊന്ന് നമ്മൾ അരച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഒന്ന് അടച്ചു വെച്ച് വേവിക്കുന്ന സമയത്ത് വേണം നമുക്ക് ആ അരപ്പൊന്ന് സെറ്റ് ചെയ്തെടുക്കാനായിട്ട്, അരച്ചെടുക്കാൻ. നമ്മൾ അരപ്പ് മിക്സിയുടെ ജാറിലേക്ക് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ വേണം അരച്ചെടുക്കാൻ. വെണ്ണ പോലെ അരയണം. നമ്മുടെ വെണ്ടയ്ക്ക ഇവിടെ വെന്തിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഏകദേശം അത് കുക്കായിട്ടുണ്ട്. നമുക്കൊന്നും കൂടെ ഒന്ന് ആവട്ടെ. നമ്മുടെ വെണ്ടയ്ക്കകത്തോട്ട് നമുക്കിതൊന്ന് ഒഴിച്ചു കൊടുത്തേക്കാം. നമ്മുടെ വെണ്ടയ്ക്ക ആയിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ശകലം തിരുപുളി പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് തിളക്കട്ടെ. ഇച്ചിരിയും കൂടെ പുളിയും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതിന് ശേഷം അടച്ചു വെച്ച് നമുക്കത് വേവിക്കാം. നന്നായിട്ട് തിളച്ച് ആ വെണ്ടയ്ക്കൊക്കെ അതിനകത്ത് ചൊങ്ങി അത് സെറ്റായിട്ടുണ്ട്. വളരെ എളുപ്പമാണ്, വേഗത്തിലുണ്ടാക്കാം. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇറക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് ഇച്ചിരി വെളിച്ചെണ്ണയൊക്കെ തൂവി കൊടുക്കാം. പച്ചമുളകല്ല കരിവേപ്പിലയൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളിയാണ് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കണം. ബൈ ഫ്രം ഗോപിക. മറ്റൊരു ഡിഷുമായി വീണ്ടും കാണാം. ബൈ ഫ്രം ഗോപിക. ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.